ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? 3 സാധ്യതകൾ ആളുകൾ പറയുന്നുണ്ട്. നമ്മുടെ വോട്ടെണ്ണുന്ന സമയത്തേക്ക് UDF ആണ് ജയിക്കുന്നതെങ്കിൽ പൂര തല്ലാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഹൈക്കമാൻഡ് അങ്ങനെയൊരു പുറത്തുനിന്ന് ഒരാളെ ഒരു ഡാർക്ക് ഹോഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുകയാണ്. കാരണം KC വേണുഗോപാൽ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. അതിമോഹം ചക്രം ചവിട്ടും. ഇതൊരു പിണറായി വിജയൻ പാർട്ടി പോലെയുള്ള ഒരു ഏകശിലാഖണ്ഡമായിട്ടുള്ള ഒരു സംഗതിയല്ല. അവിടെ പിണറായി വിജയൻ സ്വിച്ചിട്ടാൽ കത്തുന്ന മാതിരി പിണറായി വിജയൻ ഒപ്പിട്ടാൽ എല്ലാ കാര്യങ്ങളും നടക്കും. മന്ത്രിസഭയിൽ മന്ത്രി ഉണ്ടോ നോക്കേണ്ട കാര്യമില്ല. ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി വരുന്ന മെയ് 4-ാം തീയതി ഫലപ്രഖ്യാപനം ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ കോൺഗ്രസ്സിന് ഒരു സാധ്യത, പല കാരണങ്ങളാൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാൻ നല്ല സാധ്യതയില്ലാതായിട്ടുണ്ട്. കോവിഡ്, അതുപോലെ പ്രളയം, അതൊക്കെ ഒരു കാരണമായിട്ടുണ്ടാവാം. എന്നാൽ ഇനി വരാൻ പോകുന്ന ഫലപ്രഖ്യാപനത്തോടുകൂടി കോൺഗ്രസ്സിനൊരു സാധ്യത ഉണ്ടെന്ന രീതിയിൽ ഒരു ധാരണ പൊതുജനങ്ങൾക്കിടയിൽ വന്നു ചേർന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും പൊതു ഒരു ധാരണ കോൺഗ്രസ്സിന് ഇത്തവണ ഒരു സാധ്യത ഉണ്ടെന്നാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ സാധ്യത പുറത്തു വന്ന ഉടനടി കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു ചർച്ച, കോൺഗ്രസ്സുകാർ തന്നെയാണ് പുറത്തുവിട്ട് നമുക്കറിയില്ല, എങ്കിലും ഒരു ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്. ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ കുറിച്ച് 3 സാധ്യതകൾ ആളുകൾ പറയുന്നുണ്ട്. KC വേണുഗോപാൽ, ഇപ്പോൾ ആലപ്പുഴ MP ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വരവ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ. ഇങ്ങനെ 3 സാധ്യതകൾ പത്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചില അവർക്കിടയിലുള്ള ആളുകൾക്ക് ചർച്ചകൾ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക്? അല്ല, അത് യഥാർത്ഥത്തിൽ ഇതൊരു ചർച്ച ആദ്യം സോഷ്യൽ മീഡിയയിൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സാധാരണ നിലയിലുള്ള ഒരു തമാശ എന്ന നിലയിലാണ് വന്നിരുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നതോടുകൂടി അത് സംഭവിച്ചതെന്ന് വെച്ചാൽ വളരെ ഗൗരവമുള്ളൊരു ആഭ്യന്തര ഡിബേറ്റായിട്ട് അത് മാറിയിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് അത് മാറിയിട്ടുണ്ട്. കോൺഗ്രസിലെ സഖ്യകക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ ആ കാര്യത്തിൽ പരസ്യമായി ഇടപെടൽ നടത്താൻ നിർബന്ധിതരായിട്ടുണ്ട്. അങ്ങനെ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള കൈകടത്തലാണ് എന്ന് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ആരോപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ വോട്ടെണ്ണുന്ന സമയത്തേക്ക് UDF ആണ് ജയിക്കുന്നതെങ്കിൽ പൂര തല്ലാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നൊരു പ്രതീതി ഇതിനകം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഈ പിണറായി വിജയൻ സർക്കാർ അതിൻ്റെ വളരെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾ, വളരെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ, പ്രത്യേകിച്ച് കമ്മ്യൂണൽ ഫാസിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന അവരുടെ ന്യൂനപക്ഷങ്ങളിലോടുള്ള അവരുടെ വൈരാഗ്യപൂർണമായ സമീപനം, ഇതെല്ലാം അനുഭവിച്ച് വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇതൊന്ന് മാറിക്കിട്ടിയാൽ ഒരു അല്പമെങ്കിലും ജനാധിപത്യ ബോധമുള്ള ഒരു പുതിയ ഗവൺമെൻറ് വരും എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് വലിയ ഒരു ആഭ്യന്തര യുദ്ധത്തോടു കൂടി ഈ സർക്കാർ വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വലിയ തോതിലുള്ള ഒരു മാനസിക ആഘാതം അത് UDF അനുകൂലിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനാധിപത്യ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവിൽ കേരളീയ സമൂഹത്തിൽ UDFന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, UDF വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇത് വല്ലാതെ അലോസരപ്പെടുത്തി കഴിഞ്ഞു. മാത്രമല്ല അവർ ഭയപ്പെടുന്നത് ഇനി അഥവാ ഇപ്പോൾ വർക്കം തൂത്ത് ഒരു സർക്കാർ ഉണ്ടായാലും ഈ സർക്കാർ ഒരു ലിങ്ഡക് സർക്കാരായിട്ട് മാറും. അത് തുടക്കത്തിൽ തന്നെ അതിൽ കല്ലുകടി ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തുടക്കത്തിലെ പാളും. ഇതൊരു സത്യമാണ്, ഇതൊരു റിയാലിറ്റിയാണ്, ഹിസ്റ്റോറിക്കലായിട്ടുള്ള റിയാലിറ്റിയാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ വളരെ പ്രതീക്ഷകളോടുകൂടി വന്നതാണ്, വലിയ ജനപിന്തുണയോടുകൂടി വന്നതാണ്. ജനങ്ങൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വലിയ പ്രതീക്ഷ, മാത്രമല്ല ഉമ്മൻചാണ്ടി വളരെ ജനകീയ നേതാവായിരുന്നു. പക്ഷേ ആ സർക്കാർ വന്ന് 6 മാസത്തിനകം അതിൻ്റെ എല്ലാ പ്രതിച്ഛായങ്ങളും ജനങ്ങൾക്കിടയിൽ വല്ലാത്തൊരു തുടക്കത്തിൽ ആഭ്യന്തര മന്ത്രിയെ മാറ്റേണ്ടി വന്നു. മുഖ്യമന്ത്രിയായിരുന്നു ആഭ്യന്തരമന്ത്രി, അയാളത് ആഭ്യന്തരമന്ത്രി സ്ഥാനം എടുത്തു കളയേണ്ടി വന്നു. പിന്നെ വേറൊരാൾക്ക് കൊടുത്തു. പിന്നെ അങ്ങനെ വീണ്ടും ആൾ മാറി. ഇങ്ങനെയുള്ള ഇതെല്ലാം പുറത്തുള്ള ശക്തികൾ, സാമൂഹിക ശക്തികൾ, അല്ലെങ്കിൽ സാമൂഹിക ജാതി വർഗീയ ശക്തികൾ, സാമുദായിക ശക്തികൾ, ഇവരൊക്കെയാണ് സർക്കാരിനെ നയിക്കുന്നതിൽ വന്നു. ഈ 5ാം മന്ത്രിയുടെ വേണ്ടിയുള്ള ഒരു വിവാദം ആ സമയത്തുണ്ടായിരുന്നു. ലീഗിന് 5 മന്ത്രി വേണേ അത് ആദ്യം വാങ്ങിച്ചാൽ മതി.
4 മന്ത്രിയും കഴിഞ്ഞ് മന്ത്രിസഭ പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഒരു 5-ാം മന്ത്രി വിഷയമായിട്ട് വന്നപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ പ്രോബ്ലം തുടങ്ങിയത്. അപ്പോൾ ചുരുക്കത്തിൽ ആ മന്ത്രിസഭയുടെ ദുരന്തത്തിൽ നിന്ന്, അതിൻ്റെ പബ്ലിക് റിലേഷൻസ് എക്സസൈസിലുണ്ടായ തകർച്ചയിൽ നിന്ന് ഇന്നത്തെ പുതിയ സർക്കാർ ഒരു പാഠം പഠിക്കണം. കാരണം അതിനുശേഷം വന്ന സർക്കാരിൻ്റെ സ്ഥിതി എന്താണ്? 10 വർഷമായിട്ട് LDF കേരളം ഭരിക്കുന്നതിന് ഒരു കാരണം അന്നുണ്ടായിരുന്ന ഈ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ, സർക്കാർ മാനേജ്മെൻറ്റിൽ, അതിൻ്റെ PR മാനേജ്മെൻറ്റിൽ, അതിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കലിൽ UDF പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആ പാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു പുതിയ സർക്കാർ വരികയാണെങ്കിൽ ഈ സർക്കാർ വളരെ കരുതലോടുകൂടി നീങ്ങണം. അല്ലെങ്കിൽ നീങ്ങുന്നില്ലെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ പാളും എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബാബു ചോദിച്ചൊരു പ്രശ്നം, 3 പേര് ഇപ്പോൾ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഒരു കോൺഗ്രസ് UDF ഒരു ജനാധിപത്യ സ്വഭാവമുള്ളതാണ്. നേരത്തെ കൊട്ടിയിന്ന ആളുകളാണെന്ന് പ്രഖ്യാപിക്കാൻ അവർ കഴിയില്ല. അപ്പോൾ അവർക്ക് ആർക്കാണോ ജനപിന്തുണയുള്ളത്, MLA-മാരുടെ പിന്തുണ ആർക്കാണോ ഉള്ളത്. മാത്രമല്ല ഈ കാര്യത്തിലുള്ള ഒരു സമവായത്തിൻ്റെ സാധ്യതകൾ എന്താണ്, അതൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ആലോചിക്കുകയാണ്. കോൺഗ്രസിന് അതിൻ്റെ ഒരു സെറ്റ് പാറ്റേൺ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പല സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ട് ആ തർക്കങ്ങളെ പരിഹരിച്ച് പോയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു പരിഹാരം എങ്ങനെയാണ്? പക്ഷേ അതെ, പരിഹാരത്തിൽ 3 പേര് വരുമ്പോഴാണ് പരിഹാരത്തിന് പ്രശ്നം വരിക. അപ്പോൾ അതിൽ KC വേണു നമ്മൾ ഓരോരുത്തരായിട്ട് എടുക്കാം, ഓരോരുത്തരുടെ സാധ്യതകളായിട്ട്. കാരണം ഇപ്പം വേറെ ആരും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒന്നും ഇവിടെ വന്ന് മുഖ്യമന്ത്രി ആവില്ല. അപ്പം അതുകൊണ്ട് 3 ഓപ്ഷൻസിനുള്ളിൽ KC വേണുഗോപാലിൻ്റെയാണ് ആദ്യം വരാൻ തുടങ്ങിയൊരു പേര്. അദ്ദേഹത്തിന് വലിയ കരുത്തുണ്ട്, ധാരാളം MLA-മാരുടെ സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ട്. ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൽ KC വേണുഗോപാലിന് വളരെ തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ തിരികെ കയറ്റുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാൽ ഒരു എന്താ പറയുക, ഡാർക്ക് ഹോഴ്സ് ഒക്കെ പറയില്ലേ, ഒരു കറുത്ത കുതിര പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്, അങ്ങനെ ഒരാളായിട്ട് വരും. യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജയിയാവുന്നത് KC ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ഒരു തരത്തിലുള്ള പ്രചാരണ വേലയും നടന്നിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ചില സംഗതികൾ അല്ലാതെയും സംഭവിച്ചു. നോക്ക്, K. സുധാകരൻ KPCCയുടെ പ്രസിഡൻ്റായിരുന്ന ആൾ KC വേണുഗോപാലിനെ പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നീട് അദ്ദേഹം വേറെ രമേശിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ രണ്ടുപേർക്കും അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കാത്തത് സതീശന് മാത്രമേ ഉള്ളൂ. സതീശന് ഒഴിച്ച് ബാക്കി ആരും ആവുന്നതാണ്. പക്ഷെ എന്തായാലും ശരി, അത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിനകത്ത് ഉള്ള ചില ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള യുദ്ധങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം പിന്നെ ഈ റോജി ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള MLA വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു MLA ആണ്, വളരെ കാരിസ്മാറ്റിക് ആയിട്ടുള്ള MLA ആണ്. അദ്ദേഹത്തിന് കത്തോലിക്ക സഭയിലൊക്കെ നല്ല സ്വാധീനമുണ്ട്. അതുപോലെ കുഴൽനാടൻ വളരെ ഏബിളായിട്ടുള്ളൊരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ലീഡറാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ പരസ്യമായിട്ട് പ്രസ്താവന ഇറക്കാൻ തുടങ്ങി. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് വളരെ സംഘടിതമായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. സംഘടിതമായ നീക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അത് KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദീർഘകാലമായി AICCയുടെ ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, സംഘടനാ സെക്രട്ടറിയാണ്. ആ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ആൾ എനിക്കതിലൊന്നും താല്പര്യമില്ലാതെ മാറുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ താല്പര്യമില്ലാതെ അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ ചെണ്ട കൊട്ടുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്നൊരു പ്രശ്നം, ഹൈക്കമാൻഡ് അങ്ങനെയൊരു പുറത്തുനിന്ന് ഒരാളെ ഒരു ഡാർക്ക് ഹോഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുകയാണ്. കാരണം അദ്ദേഹമല്ല കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾ സമരം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ട് ഏറ്റുമുട്ടി നിന്നിട്ടുള്ളത്, അസംബ്ലിയിലായാലും പുറത്തുമായിട്ട് നിന്നത്, അത് സതീശനും രമേശുമാണ്. അപ്പോൾ ഈ 2 നേതാക്കളുടെ തലയ്ക്ക് മുകളിലൂടെ രമേശിനേക്കാളൊക്കെ എത്രയോ ജൂനിയർ ആയിട്ടുള്ള ഈ KC വേണുഗോപാൽ വന്നാൽ അത് സ്വാഭാവികമായിട്ടും പാർട്ടിയെ ഒരു വലിയ പ്രതിസന്ധിയിലെത്തിക്കും. പാർട്ടി ഒരുപക്ഷെ ആസാമിലൊക്കെ സംഭവിച്ച മാതിരി, ബംഗാളിലൊക്കെ സംഭവിച്ച മാതിരിയുള്ള ഒരു ദുരന്തത്തിലേക്ക് പോകും. പക്ഷെ അതുണ്ടാവില്ലെന്ന് ഞാൻ കരുതുന്നു. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, KC വേണുഗോപാൽ ഈ ഉന്നയിക്കുന്ന പ്രശ്നം, അദ്ദേഹത്തിന് അവകാശവാദം ഉന്നയിക്കുന്നത് അറിയാം. അപ്പോൾ അദ്ദേഹം എങ്ങനെ MLA ആവും? അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറാണ്. പാർലമെൻറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ 1 വർഷം മാത്രമായിട്ടേ ഉള്ളൂ. ഇനിയും 4 വർഷം ബാക്കിയുണ്ട് ഈ പാർലമെൻറ്റിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാർലമെൻറ്റിലുള്ള ഒരാൾ, കേന്ദ്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാൾ, പാർലമെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ മുഖമാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ അത് രാജിവെച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടേക്ക് ഒരാൾ വേണ്ടേ? ആലപ്പുഴയിൽ നിന്ന് ഒരാളെ ജയിപ്പിച്ച് കൊടുക്കാനുള്ള സാധ്യത ഉള്ള പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം ഒരു MLA ആയിട്ട് ജയിക്കും വേണം. അദ്ദേഹം അടുത്ത തവണ ഇങ്ങനെ ഒരു ദുരന്തമയമായ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് രൂക്ഷമായിട്ടുള്ള തമ്മിലടിയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ 2 സീറ്റും പൊട്ടൂലേ? കാരണം
വളരെ വളരെ മൈൽഡായിട്ട് എന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു ഡിഫറൻസ് മാത്രമാണ് LDF UDF തമ്മിലുള്ളത്. അതിനിടയിൽ BJP 15% 20% വോട്ട് BJPക്ക് ഉണ്ട്. BJP വിചാരിച്ചാൽ കോൺഗ്രസ് ഒരു മിനിറ്റ് കൊണ്ട് തകർക്കാൻ കഴിയും. ആലപ്പുഴ പ്രത്യേകിച്ചും. ആലപ്പുഴ പോലുള്ള ഒരു മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ BJPയുടെ വോട്ട് സ്ട്രെങ്ത് വളരെ വലുതാണ്. ശോഭാ സുരേന്ദ്രനൊക്കെ അവിടെ മത്സരിച്ചപ്പോൾ അത് കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയൊരു പാർട്ടിക്ക് അവരുടെ കഴുത്തിലേക്ക് നമ്മുടെ തല വെച്ച് കൊടുക്കുന്ന പരിപാടിയായിരിക്കും ഈ KC വേണുഗോപാൽ ചെയ്താൽ സംഭവിക്കുന്നതാവുന്നത്. രണ്ടാമത്തെ പ്രശ്നം, KC വേണുഗോപാൽ ചരിത്രം മനസ്സിലാക്കണ്ടേ. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി എന്താ ചെയ്തത്? കഴിഞ്ഞ തവണ അഹമ്മദ് മത്സരിച്ച് ജയിച്ചു, പാർലമെന്റിലേക്കൊക്കെ മത്സരിച്ചു. അദ്ദേഹം അവിടെ മൻമോഹൻ സിംഗ് സർക്കാരിൽ മന്ത്രിയായി. അപ്പോൾ UPA സർക്കാരിൽ ആദ്യത്തെ ലീഗ് മന്ത്രിയാണ്, കേന്ദ്രത്തിലെ മന്ത്രിസ്ഥാനം. അദ്ദേഹം മരിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആ സീറ്റിലേക്ക് കയറി നിന്നു. അടുത്ത തവണ ഇപ്പോൾ സർക്കാർ വരും എന്ന പ്രതീക്ഷയിലാണ് നിന്നത്. പാർലമെന്റിൽ ജയിച്ച് കയറി, പാർലമെന്റിൽ പോയി. പക്ഷെ നോക്കുമ്പോൾ ആ മന്ത്രിസഭ പൊട്ടിപ്പോയി. മന്ത്രിസഭ ഉണ്ടായില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് പാർലമെന്റിൽ പിന്നെ പ്രസംഗിക്കാനും പറ്റിയില്ല, കാരണം പുള്ളിക്കാരന് ഹിന്ദിയൊന്നും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ പുള്ളിയുടെ പെർഫോമൻസ് മോശമായിരുന്നു. മന്ത്രിയാവാൻ പറ്റിയതുമില്ല. അപ്പോൾ തിരിച്ച് ഇവിടെ കേരളത്തിൽ ഇലക്ഷൻ വന്നു. ഉടനടി മൂപ്പര് വേങ്ങരയിൽ സീറ്റ് കണ്ടെത്തിയിട്ട് അവിടെ കയറിയിട്ട് മത്സരിച്ചു. അപ്പം എന്തായി, ഫാസിസത്തെ തകർത്ത് തരിപ്പണമൊക്കെ എന്ന് പറഞ്ഞാൽ പോയാളാണ്. ഫാസിസം അവിടെ സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തു. കുഞ്ഞാലിക്കുട്ടിക്ക് അവിടെ മന്ത്രിസ്ഥാനം കിട്ടിയില്ല. കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലും പൊട്ടി. കേരളത്തിൽ ഉടനടി എന്തെങ്കിലും വലിയ പ്രധാനപ്പെട്ട പദവി ഏറ്റെടുക്കാമെന്ന് വിചാരിച്ച് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വാങ്ങി വന്നത്. ഇവിടെയും പൊട്ടി. ആ പൊട്ടുന്നതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ അമിതമായിട്ടുള്ള ദുരാഗ്രഹം എന്നുള്ള സംഗതി പരസ്യമായി പ്രകടിപ്പിച്ചു തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ വിഷമമുണ്ട്, പക്ഷേ ഇതാണ് റിയാലിറ്റി. അപ്പം അതുകൊണ്ട് KC വേണുഗോപാൽ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. അതിമോഹം ചക്രം ചവിട്ടും. അപ്പം അതുകൊണ്ട് കോൺഗ്രസ്സിന് ആ പാരമ്പര്യമുണ്ട്, ആ ചരിത്രപരമായ ഓർമ്മകൾ കോൺഗ്രസ്സിന് ഉണ്ടാവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഏറ്റവും ചെറിയ കുഞ്ഞാലിക്കുട്ടിയും പാർട്ടിയുമെങ്കിലും ഈ അനുഭവങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് KC വേണുഗോപാൽ വിൽ ബി ഔട്ട്. കാരണം പുള്ളിക്ക് ഒരു സാധ്യത കുറവാണ്. കാരണം മാത്രമല്ല, ഇയാളെ രാജകുമാരനോ പാർലമെൻറ്റിലുള്ള 4 പേരെങ്കിലും, നമ്മുടെ സുധാകരൻ, ശശി തരൂർ, ഇയാൾ അടൂർ പ്രകാശ് വളരെ പ്രധാനപ്പെട്ട UDF കൺവീനറാണ്. മറ്റേയാൾ KPCC അധ്യക്ഷനായിട്ടാണ്. ശശി തരൂരാണ് അന്താരാഷ്ട്ര വിദഗ്ധനാണ്, പ്രധാനമന്ത്രിയാകുമ്പോൾ യോഗ്യനാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ കേരളത്തിൽ വന്നിട്ട് മത്സരിക്കണം എന്ന് ആഗ്രഹിച്ചാണ്. പക്ഷേ ഹൈക്കമാൻഡ് സമ്മതിച്ചിട്ടില്ല. അങ്ങനെ സമ്മതിക്കാത്ത ഹൈക്കമാൻഡ് എങ്ങനെയാണ് ഇയാൾക്ക് കൊടുക്കുക? അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് എന്തോ, അദ്ദേഹം മറ്റേയാൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഓൾ ആർ ഈക്വൽ, സം ആർ മോർ ഈക്വൽ. ഏതാണ്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പം ആനിമൽ ഫാമിൽ ജോർജ് ഓർവെൽ പറഞ്ഞ ഒരു അന്തരീക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണെന്നാണ്, സ്റ്റാലിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഈ സോണിയാഗാന്ധിയുടെ കോൺഗ്രസിനെ കുറിച്ചാണെന്നല്ലേ വരിക. ഓൾ ആർ ഈക്വൽ ബട്ട് KC ഈസ് മോർ ഈക്വൽ എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പം അതുകൊണ്ട് അതിനൊന്നും കോൺഗ്രസ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് കുറേ കൂടി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പൊസിഷനിലേക്കാണ് പോകുക. അദ്ദേഹത്തിന് പാർലമെൻറ്റിലുള്ള പ്രധാനപ്പെട്ട പദവികൾ തുടരാൻ തന്നെ അദ്ദേഹത്തെ അനുവദിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, സ്വാഭാവികമായിട്ടും കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. രമേശ് വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു പൊളിറ്റീഷ്യനാണ്. തീർച്ചയായും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അർഹതയുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ആഗ്രഹമുള്ള സമയത്ത് രമേശ് സത്യത്തിൽ KPCC അധ്യക്ഷനാണ്, ക്ലെയിം ഉന്നയിക്കാം. പക്ഷേ രമേശ് അദ്ദേഹത്തെക്കാൾ സീനിയർ ആയിട്ടുള്ള ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവണം എന്നുള്ള ഒരു താല്പര്യം, അതിന് മുമ്പ് മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഈ ഫുൾ ടേം മുഖ്യമന്ത്രി സ്ഥാനം മറ്റേ ആന്റണി രാജിവെച്ചതിന് ശേഷമാണ് വന്നിട്ട് ഫുൾ ടേം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചു. അത് അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പോൾ രമേശ് മാറിക്കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മാന്യത ഞാൻ ഉമ്മൻചാണ്ടിയോട് കാണിച്ച ഒരു മാന്യത മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ആദ്യം തന്നെ ഈ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടി. അതിനുശേഷമാണ് ഈ സരിത പ്രശ്നം വരുന്നത്. സിറിജകൻ കമ്മീഷന് മുമ്പിൽ ഒന്നൊന്നര ദിവസം മുഴുവനും ഇത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനും ഉത്തരത്തിനും പറഞ്ഞ കൂടി ഒരുപാട് നിയമപ്രശ്നങ്ങളിൽ ചെന്ന് ചാടി, ഒരുപാട് ആരോപണങ്ങൾ. ആ സമയത്ത് വേണമെങ്കിൽ രമേശിന് പറയാമായിരുന്നു ഇങ്ങനെ ഈ പബ്ലിക് ഇമേജ് പ്രശ്നമുണ്ട്, അപ്പോൾ ഉമ്മൻചാണ്ടി ഒന്ന് തൽക്കാലം മാറി നിന്ന് ഞാൻ മുഖ്യമന്ത്രിയാവും എന്ന് വേണമെങ്കിൽ. അദ്ദേഹം അതും പറഞ്ഞിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി നിലയ്ക്ക് ഉമ്മൻചാണ്ടി 5 വർഷം തികച്ചിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് രമേശ് അന്ന് കാണിച്ച ഒരു മര്യാദ, ആഭ്യന്തരമായിട്ടുള്ള പട്ടികകത്ത് സീനിയർ നേതാവിന് കൊടുക്കേണ്ട മര്യാദ, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് പരമാവധി പിന്തുണ കൊടുക്കുന്നൊരു സമീപനം, ആ സമീപനമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായും രമേശിന് ഈ സമയത്ത് ഒരു സ്ഥാനം കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു അഭിപ്രായം പൊതുവിൽ കേരളത്തിലുണ്ട്. രമേശിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് അഭിപ്രായമുണ്ട്. അതിന് സത്യമുണ്ട്, അതിനകത്തൊരു ന്യായമുണ്ട് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡിൽ. പക്ഷെ മറുഭാഗമുണ്ട്. മറുഭാഗത്തിലൊരു പ്രശ്നം,
വി ഡി സതീശനാണ് രമേശ് കഴിഞ്ഞ തവണ പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. വിജയിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട അന്തരീക്ഷത്തിൽ കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും അന്ന് ഭരണത്തിലുണ്ടായിരുന്ന സർക്കാരുകൾക്ക് ഈ കോവിഡിനെതിരായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നടത്തിയതിൻ്റെ പേരിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ കിട്ടി. നമ്മുടെ ന്യൂസിലാൻഡ് ഫോർ എക്സാമ്പിൾ ജസീന്ത ആർഡേൺ അവരായിരുന്നു ഈ കോവിഡ് കാലത്ത് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അവരൊരു ഇൻ്റർനാഷണൽ സെലിബ്രിറ്റിയായി മാറി. കാരണം ആ കോവിഡിനെ കൈകാര്യം ചെയ്തതിൽ അവരുടെ കാണിച്ച വളരെ പ്രായോഗികമത്വം, ഒരു ഹൃദയാലുത്വം, വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവരൽ. അങ്ങനെയാണ് ജസീന്ത ആർഡേൺ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഒരു ഗ്ലോബൽ മാതൃകയായത്. അതുകൊണ്ടാണ് നമ്മുടെ തന്നെ ഇവർ കെ ശൈലജ ആരോഗ്യമന്ത്രി അവരുടെ ആ കാലത്തുള്ള പ്രവർത്തനങ്ങൾ പിന്നെ അവരെ ഒരു ഗ്ലോബൽ പിന്നെ സെലിബ്രിറ്റിയാക്കി മാറ്റി. സത്യത്തിൽ ലോകം മുഴുവൻ ശ്രദ്ധിച്ചതാണ്. കാരണം കേരളം പോലുള്ളൊരു സ്ഥലത്ത് മറ്റ് അമേരിക്കയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വലിയ തോതിൽ കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും കേരളത്തിൽ ആ സംഘടന പ്രതിസന്ധിയെ നേരിടുന്നതിൽ ആരോഗ്യരംഗം വളരെ സജ്ജമായിരുന്നു. ആരോഗ്യരംഗത്തുള്ള ആളുകൾ സന്നദ്ധ പ്രവർത്തകർ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ജസീന്ത ആർഡേൺ മുതൽ നമ്മളെ ശൈലജ വരെയുള്ള ആളുകളുടെ ഈ മാതൃക ജനങ്ങൾ പാടിപ്പുകഴ്ത്തിയാണ്. ജനങ്ങൾ അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരതുകൊണ്ട് അത്തരം സർക്കാരുകൾക്ക് പിന്നെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് രമേശിനെ പോലെ ഒരാൾക്ക് അതുകൊണ്ട് ആ ഒരു ഗ്ലോബലായിട്ടുള്ളൊരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനെ തടയാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് രമേശ് പരാജയപ്പെട്ടു. അതല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് ഉണ്ടാക്കാൻ കഴിയുമായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും ശരി, ഇപ്പം കഴിഞ്ഞ 5 വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ടൊരു അന്തരീക്ഷമാണ്. സതീശൻ്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. സതീശൻ പക്ഷേ വളരെ ശക്തമായിട്ടുള്ള ഒരു കരുത്തുറ്റ നേതാവിൻ്റെ പ്രതിച്ഛായ ഉണ്ടാക്കിയിട്ട് യങ്ങറവാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരെയും ഉപേക്ഷിക്കാൻ കോൺഗ്രസിന് പറ്റില്ല. പക്ഷെ രണ്ടുപേരും കൂടി എന്താ പഞ്ചപാണ്ഡവന്മാരുടെ കാലത്ത് ഒരു പാഞ്ചാലിയെ കെട്ടുന്ന മാതിരി മുഖ്യമന്ത്രി സ്ഥാനത്ത് രണ്ടുപേരും ഏർപ്പാട് ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ ഡൽഹിയിലാണ് ഇവരൊക്കെ ഉള്ളത്, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. എല്ലാവരും രമേശ് മഹാരാഷ്ട്രയുടെ കാര്യത്തിലാണെന്ന് പറയുന്നു. ഡൽഹിയിൽ പോയിട്ടുണ്ട്. വേറെ KPCC പ്രസിഡന്റ് അടക്കമുള്ള ആൾ എല്ലാവരും ഡൽഹിയിലാണ് ഉള്ളത്. അപ്പോൾ പലരോടും സംസാരിക്കുന്ന സമയത്ത് ഞാൻ പല ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നൊരു കാര്യം ഈ പ്രശ്നം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മഹാരാഷ്ട്ര പ്രശ്നത്തെക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഇപ്പം ചർച്ച ചെയ്യുന്നത് ഡൽഹിയിൽ ഹൈക്കമാൻഡ് തലത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം, ഇത് ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രൂപത്തിൽ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് ഇപ്പോൾ ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ലെവലിൽ അത് എത്തിയോന്ന് എനിക്കറിയില്ല. പക്ഷേ മറ്റ് തലങ്ങളിൽ പാർട്ടിയുടെ തൊട്ട് താഴെയുള്ള തലങ്ങളിലൊക്കെ തന്നെ ആ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചില പരിഹാര മാർഗങ്ങളെക്കുറിച്ച് അവർ ഇവോൾവ് ചെയ്തു വരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഏത് തരം പരിഹാരത്തിനാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ KC വേണുഗോപാലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മൾ സ്ഥിരമായ വാർത്തകളിൽ എപ്പോഴും കാണുന്ന കേരളത്തിന് പുറത്തുള്ള പല ഇവൻറ്റുകളിലും ഒരു മുഖമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ സാധാരണ കാണാറില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു നഷ്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മുഖം അഖിലേന്ത്യാ തലത്തിൽ നഷ്ടമാവുന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുറേയും കൂടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖമായിട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ സതീശൻ വെച്ച് നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കൂടുതൽ കാര്യം ചെയ്ത ഒരു കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരാളെന്ന രീതിയിൽ ജനങ്ങൾ കണക്കാക്കുന്നത് രമേശ് ചെന്നിത്തലയല്ല സതീശനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളുടെ ഒരു പ്രതിപക്ഷ നേതാവായതാവും. കാരണം സ്വാഭാവികമായും അവർ ഏത് തരം ഫോർമിലേക്ക് എത്താനായിരിക്കും ഇപ്പോൾ സാധ്യത. അല്ല, അതൊരു പ്രശ്നമാണ്. അത് തീർച്ചയായും ഒരു പ്രശ്നമാണ്. ഇപ്പം തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിച്ച ആളെ ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. അതേസമയത്ത് ദീർഘകാലത്തെ അനുഭവ പരിചയം അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് പ്രശ്നം എന്താ വെച്ചാൽ ഇതൊരു പിണറായി വിജയൻ പാർട്ടി പോലെയുള്ള ഒരു എന്താ പറയുക ഏകശിലാഖണ്ഡമായിട്ടുള്ളൊരു സംഗതിയല്ല. അവിടെ പിണറായി വിജയൻ സ്വിച്ചിട്ടാൽ കത്തുന്ന മാതിരി പിണറായി വിജയൻ ഒപ്പിട്ടാൽ എല്ലാ കാര്യങ്ങളും നടക്കും. മന്ത്രിസഭയിൽ മന്ത്രി ഉണ്ടോ നോക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു സമവായം ഉണ്ടാക്കുക എന്നുള്ളത് പ്രധാനമാണ്. സമവായം ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനകത്ത് പിന്നെ അവർ രാജസ്ഥാനിൽ അനുഭവം അവർക്കുണ്ട്. രാജസ്ഥാനിൽ യഥാർത്ഥത്തിൽ യങ്കർ ജനറേഷൻപ്പെട്ട സച്ചിൻ പൈലറ്റാണ് ഈ സതീശനെ പോലെ തന്നെ അവിടെ ക്യാമ്പയിൻ നയിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയായിട്ട് വന്നത് വളരെ പ്രായമുള്ള കുറേ കൂടി സീനിയറായിട്ടുള്ള അശോക് ഗെഹ്ലോട്ടായിരുന്നു. അത് വലിയ ക്രൈസിസ് ഉണ്ടാക്കി കോൺഗ്രസിനകത്ത്, വലിയ ക്രൈസിസ്. പക്ഷേ അത് ഒരുവിധം മാനേജ് ചെയ്ത് പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഏതാണ്ട് അവർ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ മാറി. പക്ഷേ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളത്തിൽ പോയാൽ, കേരളത്തിൽ ആ തരത്തിലൊരു തമ്മിലടിയുടെ അന്തരീക്ഷത്തിൽ പോയാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ആ അവസ്ഥ അതോടുകൂടി അവസാനിക്കും.
കാരണം കോൺഗ്രസ് അല്ല ഒരു പാർട്ടിക്കും ഇടതുപക്ഷ പാർട്ടികൾക്ക് പോലും ഇന്ന് അങ്ങനെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒന്നുമില്ല. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ കേരളത്തിലെ മിക്കവാറും മണ്ഡലങ്ങളിൽ CPM-ന്റെ കോട്ടയാണെന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ ഇത്തവണ വലിയ ഒഴുക്കുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ പോലും മറുഭാഗത്തേക്ക് വോട്ട് ചെയ്തിരുന്നു. CPM പോലെ ഒരു പാർട്ടിയിൽ സംഭവിക്കാമെങ്കിൽ, BJP-യിൽ സംഭവിക്കാമെങ്കിൽ, കൂടുതൽ വളരെ വഴക്കങ്ങളുടെ ഒരു ലൂസായിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ടുള്ള കോൺഗ്രസിനകത്ത് പൂർണ്ണമായിട്ടും അത് വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലെത്തും. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരുമ്പോൾ സാധ്യത. കാരണം അങ്ങനെ കോൺഗ്രസിന് തിരിച്ചു കൊണ്ടുവരാൻ ശേഷിയുള്ള ഒരു ലീഡർഷിപ്പ് ഇവർ തമ്മിൽ അടിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. അഖിലേന്ത്യാ ലീഡർഷിപ്പ് വന്നാലൊന്നും കേരളത്തിലെ അണികളെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രാജസ്ഥാൻ മോഡലിനേക്കാൾ എനിക്ക് തോന്നുന്നത്, ഇപ്പം നടക്കുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടക മോഡലാണ്, കേരളത്തിന് അടുത്തുള്ള മോഡലാണ്. മാത്രമല്ല അഖിലേന്ത്യാ പാർട്ടി ലീഡർഷിപ്പിന് പ്രത്യേകിച്ച് ഖാർഗെയുടെ സംസ്ഥാനമാണ്. ഖാർഗെ അടക്കമുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് കർണാടകയിലെ സമവാക്യങ്ങളുടെ സ്വഭാവം അറിയാം. അവിടെ ഇതേ തരം പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ തെരഞ്ഞെടുപ്പ് നയിച്ചത് ശിവകുമാറാണ്. സംഘടനാ ശേഷിയുള്ള ആളാണ്, സംഘടനാമനാണ്, അദ്ദേഹം കരുത്തനാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത് സിദ്ധരാമയ്യാണ്. അദ്ദേഹത്തിൻ്റെ സാമുദായിക ബലം, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇനീഷ്യേറ്റീവ്സ്, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, അത്രയൊരു കാര്യങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിൻ്റെ ശേഷി. അപ്പോഴും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുമ്പോഴും ഇതൊരു പൂർണ്ണമായിട്ടും 5 വർഷത്തേക്കല്ല. ഇത് അതിനിടയിൽ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം മാറിയിട്ട് പുതിയൊരാൾക്ക് ഇത് അധികാരം കൈമാറണം, ശിവകുമാറിന് കൈമാറണം. അത് കൈമാറ്റത്തിൻ്റെ സമയമായി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ചർച്ചകൾ അവിടെ നടക്കണം. എന്തായാലും ശരി, കഴിഞ്ഞ 3 വർഷത്തിലേറെയായി തോന്നുന്നു. ഈ 3 വർഷമായിട്ട് ആ സർക്കാർ വളരെ സ്മൂത്തായിട്ട് അവിടെ പോകുന്നുണ്ട്. കർണാടകയിലെ ജനങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. വലിയ സോഷ്യൽ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ BJP-യെ സംബന്ധിച്ചിടത്തോളം അവിടെ തിരിച്ചുവരവ് ഇനിയും പ്രയാസമാവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു പരിഹാരം കേരളത്തിലും ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ചിന്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പെർസുവേഷൻസ്, അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് നടന്നു വരുന്നത്. ഒരു പക്ഷേ രമേശ് ചെന്നിത്തല ആ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഇനീഷ്യേറ്റീവ് തുടക്കത്തിലുള്ളൊരു രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുകയും ഈവൻച്വലി അദ്ദേഹം മാറി നിന്നുകൊണ്ട് ഭരണത്തിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഭരണത്തിൻ്റെ റെയിൻസ്, അതിന് നിയന്ത്രണം സതീഷിലേക്ക് മാറുകയും ചെയ്യുക. ഇതൊരു പുതിയ സംഗതിയല്ല. ഇതൊരു പ്രാക്ടിക്കലായിട്ടൊരു കർണാടകയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇനി ബീഹാർ നോക്കൂ. ബീഹാറിൽ ആക്ച്വലി ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ അല്ലാതെ ബീഹാറിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ഒരാളെ അവിടെ കാണുന്നില്ല. കാരണം നിതീഷ് അങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത്രയും സ്റ്റേച്ചറുള്ള ലീഡറാണ്. പക്ഷേ എന്തുണ്ടായി, കാലാന്തരേണ BJP-യുടെ സഖ്യകക്ഷിയായിരുന്ന JVDP താഴോട്ട് പോയി. മുകളിലായിരുന്നു JDU. പക്ഷേ നിതീഷ് മകൻ മുകളിൽ നിന്ന് പാർട്ടി ഇല്ലാതെ BJP ശക്തിപ്പെട്ടു. അത് BJP-ആയിട്ട് കൂട്ടുകെട്ടത് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ അവസാനം ഇപ്പം എന്നിട്ടായി നിതീഷിനെ ഈ അവസാനത്തെ ഇലക്ഷനിൽ പോലും നിതീഷ് മുഖ്യമന്ത്രിയായ ശേഷം പതുക്കെ അവർ അദ്ദേഹത്തിന് പുതിയ സീറ്റ് രാജ്യസഭയിൽ അയച്ചു. പുതിയൊരു മുഖ്യമന്ത്രി അവിടെ വെച്ചു. അദ്ദേഹം ആഴ്ചയിൽ ഒരു 4-5 ദിവസം നിതീഷിൻ്റെ വീട്ടിൽ പോയി ചായ കുടിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള ഒരു ട്രാൻസിഷൻ അത് പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് കർണാടകയിൽ കോൺഗ്രസ് വിജയകരമായി സാധിച്ചിട്ടുണ്ട്. ബീഹാറിൽ BJP-യും JD-യും അടക്കമുള്ള കക്ഷികൾക്ക് അത് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രാൻസിഷൻ കേരളത്തിൽ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം രമേശ് ആയാലും ശരി, സതീശനായാലും ശരി, വളരെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസാണ്. സതീശന് കൂടുതൽ സമയമുണ്ട്. രമേശിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ബസ്സാണെന്നുള്ളത് സംശയമൊന്നുമില്ല. ഇനി അദ്ദേഹത്തിന് ഒരു അംഗത്തിന് കൂടി സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡ് അങ്ങനെയുള്ളൊരു സൊല്യൂഷനിലേക്കാണ് പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളാണ് നടത്തുന്നത്. തീർച്ചയായും അടുത്ത 3-4 ദിവസത്തിന് അല്ലെങ്കിൽ ഏതായാലും ഈ 4-ഓടുകൂടി ഇക്കാര്യത്തിലൊരു തീരുമാനമല്ല ഒരു തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ തമ്മിലുള്ളൊരു സമവായം ലീഗ് അടക്കമുള്ള മറ്റ് കക്ഷികളുമായി ചർച്ച ചെയ്തുകൊണ്ട് അവരെത്തും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 4-ാം തീയതി കൂടി ഇതിനൊരു തീരുമാനമാകും. അതെ, അടിയില്ലാതെ, തമ്മിലടിയില്ലാതെ, തെരുവിൽ യുദ്ധമില്ലാതെ കോൺഗ്രസിനൊരു മുഖ്യമന്ത്രി ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കേരളത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും ഭാവിക്കും കോൺഗ്രസിൻ്റെ ഭാവിക്കും അതായിരിക്കും നല്ലത്.